ശിവനെ ഭർത്താവായി സ്വീകരിക്കണമെന്ന് ആഗ്രഹിച്ച പാർവതി ഇതിനായി തപസ്സും ഉപവാസങ്ങളും ചെയ്തു. എന്നാൽ തപസ്സിൽ ആഴപ്പെട്ടിരുന്ന ഭഗവാൻ പാർവതിയുടെ ആഗ്രഹങ്ങളെ ശ്രദ്ധിച്ചില്ല. പാർവതിയെ സഹായിക്കാനായി കാമദേവൻ രംഗത്ത് വരികയും പുഷ്പബാണം പ്രയോഗിച്ച് ശിവന്റെ തപസ്സിന് ഭംഗം വരുത്തുകയും ചെയ്യുന്നു. രോക്ഷകുലനായ ഭഗവാൻ തന്റെ തൃക്കണ്ണ് തുറന്ന് തന്റെ ക്രോധാഗ്നിയിൽ കാമദേവനെ ദഹിപ്പിച്ചു. ഇതിൽ മനംനൊന്ത കാമദേവന്റെ ഭാര്യയായ രതിദേവി തനിക്കിനി സന്തതികൾ ഉണ്ടാകില്ലെന്ന ദുഃഖത്താൽ നിനക്കൊരിക്കലും ഒരു മാതാവാകുവാൻ കഴിയില്ല എന്ന് പാർവതിക്ക് ശാപം നൽകി. ഒടുവിൽ വിഷ്ണുവിന്റെ നിർദ്ദേശപ്രകാരം രതി തന്റെ ശാപം ലഘൂകരിക്കുന്നു. പാർവതി അമ്മയാകും, എന്നാൽ അവളുടെ കുട്ടികളെ അവൾ തന്റെ ഗർഭത്തിൽ ധരിക്കില്ല എന്നും അവർ മറ്റൊരു രീതിയിലാണ് ജനിക്കുക എന്നുമായിരുന്നത്. പിന്നീട് പാർവതിക്ക് 3 മക്കളുണ്ടായത് ഇങ്ങനെയാണത്രേ. പഞ്ചമുഖ സ്വരൂപം കൈക്കൊണ്ട ശിവമുഖത്തിൽ നിന്നും 5 ജ്യോതിസുകളും പാർവതിയുടെ മുഖത്തിൽ നിന്നും ഒരു ദിവ്യ ജ്യോതിസും ഉണ്ടായി. അഗ്നിയുടെയും ഗംഗയുടെയും സഹായത്താൽ അതിൽ നിന്നും ഒരുവനുണ്ടാവുകയും ഗണേശനെ പാർവതി ചന്ദനപ്പൊടി കൊണ്ട് ഒരു രൂപം സൃഷ്ടിക്കുകയും പിന്നീട് പ്രാണശക്തി നൽകുകയും ചെയ്തു. അശോകസുന്ദരിയെ പാർവതിയുടെ ആഗ്രഹത്താൽ കൽപ്പവൃക്ഷ